നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ചിൽഡ്രൻസിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ അവർ എവിടെയായിരുന്നു? കൊട്ടാരക്കരയായിരുന്നു അല്ലേ? നിങ്ങൾ പഠിച്ചതായ കാര്യങ്ങൾ ആരെക്കുറിച്ചായിരുന്നു? മോശയെക്കുറിച്ചാണ് അല്ലേ? മോശയെക്കുറിച്ച് ഒരു ഉത്തമമായ ഒരു ലീഡർ എന്നാണ് അല്ലേ നിങ്ങൾ പഠിച്ചതായ ആ ഒരു കാര്യം. അപ്പോൾ മോശയെക്കുറിച്ച് കൂടുതലായി അവർ പഠിച്ചതായ കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ അത് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ഭാവി ജീവിതത്തിലും മോശയുടെ വചനങ്ങൾ അവരുടെ ജീവിതത്തിലും ഒരു മാതൃകയായി തീരട്ടെ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിച്ചുകൊള്ളുന്നു. ഇന്ന് മോശയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ പരിമിതികളെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഭവപ്പെടാൻ പാടില്ല. മോശയുടെ ഉത്തമമായ ലീഡർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്നാൽ അതിന് പിൻപ് ഒരു ഉത്തമമായ ലീഡർ ആകും മുൻപേ തന്നെ മോശ എപ്രകാരമാണ് ദൈവസന്നിധിയിലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. മോശയുടെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ തന്നെ മോശ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഒരു വിക്കനായ വ്യക്തിയെ നാം പറയുന്നത് അല്ലേ? കാരണം യോസേഫിന്റെ ജനനത്തോട് അനുബന്ധിച്ച് തന്നെ അവനെ സംസാരിക്കാത്ത രീതിയിൽ അവനെ ഒരു ഭവനത്തിൽ അടച്ചിട്ടു അല്ലേ? തന്റെ അമ്മ അവനെ സംസാരിക്കാത്ത രീതിയിൽ അവനെ അടച്ചിട്ടു. അങ്ങനെ വളർന്നതായ കുഞ്ഞാണെന്ന് നാം കഴിയുന്നത്. എങ്കിലും അപ്രകാരമുള്ള ചില വിദ്യാർത്ഥികൾ തടിച്ച നാളുള്ളതായ ഒരു വ്യക്തി എന്ന നിലയിലാണ് നമുക്ക് മോശയെ കാണാൻ കഴിയുന്നത്. എങ്കിലും മോശയുടെ ജീവിതത്തിൽ ദൈവം മോശയെ വിളിച്ചപ്പോൾ മുതൽ അവൻ ഇങ്ങനെ ആയിത്തീർന്നു നമുക്ക് കാണാം അല്ലേ? ഒരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മനോഹരമായ ഒരു പാഠം എന്ന് പറയാൻ തക്കവണ്ണം കഴിഞ്ഞത് അതിന്റെ ആദ്യ വാഹനം ചിന്തിച്ചപ്പോൾ അതിന്റെ നമുക്ക് തലക്കെട്ട് എങ്ങനെയാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 6-ാം അധ്യായമാണ് അല്ലേ? 6-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞത്? ഞാൻ പാപിയായ ഒരു മനുഷ്യന് അല്ലേ ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന് ദൈവം ദർശനം കൊടുത്തതായ സമയത്തിൽ ആ സ്വർഗീയമായ തേജസ് ആര് കണ്ടു? യെശയ്യാ പ്രവാചകൻ കാണാൻ കഴിഞ്ഞു. യെശയ്യാ പ്രവാചകൻ അവിടെ നാം ദിവ്യ ദർശനം കണ്ടപ്പോൾ ആ ദർശകൻ യെശയ്യാ പ്രവാചകൻ തന്നെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് അല്ലേ? ഞാൻ പാപിയായ ഒരു മനുഷ്യനെന്ന് തന്നെ താഴ്ത്തി അവിടെ നിന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു. ഞാൻ പാപം നിറഞ്ഞ ഒരു ജനത്തിന്റെ ഇടയിൽ ഞാൻ ജീവിക്കുന്നു എന്ന് ഇവിടെ പറയാൻ കഴിയും. എന്നാൽ ദൈവദൂതൻ അവിടെ നിന്ന് തന്റെ നാവിന്മേൽ അവിടെ നിന്ന് അഗ്നി ഒരു തീക്കാൻ എടുത്തു വെച്ച് അവനെ ശുദ്ധീകരിക്കുന്നതായി കാണുന്നു അല്ലെ? അപ്പോൾ ദൈവം അവനെ അവന്റെ താഴ്മയെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവജനത്തിന് ഒരു പ്രവാചകനായി തീരുവാൻ തക്കവണ്ണം ആര് നിയമിക്കപ്പെട്ടു? യെശയ്യാ പ്രവാചകൻ അവിടെ നിയമിക്കപ്പെട്ടു അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മെ ദൈവം വിളിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ ഉന്നതനായിരുന്നാലും എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതായിരുന്നാലും ഒരു കാര്യമുണ്ടോ? ഈ ലോകത്തിന്റെ പാഠങ്ങളൊന്നും നാം പഠിച്ചു വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തിന്റെ പേര് നമുക്ക് ചെയ്യാൻ കഴിയണമെന്ന് തോന്നുന്നില്ല. കാരണം മോശയുടെ ജീവിതത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ അപ്രകാരമാണ്. മോശ മിസ്രയീമിലെ സകല ഒരു രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചൊരു വ്യക്തിയാണ് മോശയുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവം നമുക്കുണ്ടായി. നമുക്ക് പുറപ്പാട് പുസ്തകം നാം പരിശോധിക്കുമ്പോൾ 3-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് മോശയെ ദൈവം വിളിക്കുന്നതായ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ 4-ാമത്തെ അധ്യായം മുതൽ നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മോശയെ കുറിച്ച് കാണാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് അവിടെ നിന്ന് മോശ പറഞ്ഞു അല്ലേ? അപ്പോൾ ദൈവം മോശയെ വിളിച്ചപ്പോൾ ഒരു കാരണമുണ്ട്. കാരണം 3-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമവേല ചെയ്തുകൊണ്ട് അവിടെ ഊഴിയ വേല ചെയ്തുകൊണ്ട് വളരെ കഠിനപ്പെട്ട് ഫറവോൻ അവിടെ അവരെ ഉപദ്രവിക്കുന്നതായ സമയത്ത് ദൈവജനത്തിന്റെ ഒരു വിളി അവിടെ നാല് ശ്രമിച്ചു. യഹോവയായ ദൈവത്തിന്റെ മുൻപാകെ ഒരു വിളി അവിടെ ഉണ്ടായി. തന്റെ ജനത്തിന്റെ കരച്ചിൽ യഹോവയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ
തന്റെ ജനത്തെ മോചിപ്പിക്കാനായി അബ്രഹാമും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദത്തം കൊടുത്തതായ ദൈവം അവിടുന്ന് തന്റെ വാക്ക് ഓർമ്മിച്ചു. അല്ലേ? ഇവിടെ കിടക്കുന്ന ജനം മിസ്രൈമിൽ ഒരു കഠിന വേല ചെയ്തുകൊണ്ട് ദൈവത്തെ വിളിച്ചു. ആ വിളി ദൈവം കേട്ടുകൊണ്ട് അവിടെ നിന്ന് അവരെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം വിളിച്ചു. അല്ലെ? മോശയെ വിളിച്ചപ്പോൾ മോശ പറയുന്ന വാക്കാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചു, ഇസ്രായേലിനെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുമാത്രമെന്ന്. അവിടെ അതിന്റെ താഴോട്ട് അതിന്റെ 13-ാമത്തെ വാക്യങ്ങൾ പറയുമ്പോഴും അതിന്റെ 3-12 വായിക്കുമ്പോൾ ദൈവം മോശ പറയുന്നതായ കാര്യത്തിന് ദൈവം ഓരോ മറുപടി കൊടുത്തുകൊണ്ട് അവനെ ശക്തിപ്പെടുത്തുന്നതായി നാം കാണാനുണ്ട്. അല്ലെ? മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അല്ലെ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പക്ഷെ എന്ത് ചെയ്യണം? നീ ഇസ്രായേലിൽ നിന്നും എന്റെ ജനത്തെ കൊണ്ടുവരണമെന്ന് ഒരു ഉത്തരവാദിത്വം ആരെ പ്രേരിപ്പിച്ചു? മോശയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ കഷ്ടപ്പെടുന്നതായ കുറച്ച് ജനങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നമ്മളെയും ദൈവം ചെയ്യുകയാണ്, വിളിക്കുകയാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും ദൈവം വിളിച്ചിട്ടുണ്ടോ? നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടല്ലേ? ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെ കാര്യം ഞാൻ പറയുകയാണ്. ഒരിക്കൽ ദൈവം എന്നെയും വിളിച്ചു. ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ ഈ ആലയം ഇവിടെ ഇറങ്ങി പോയി. ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്റെ പരിമിതികളെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞു. ഈ ദൈവാലയത്തിൽ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദൈവാലയത്തിൽ ഇറങ്ങി പോയി പ്രാർത്ഥിക്കാം. പക്ഷേ ദൂരെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ ആലയത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞു. എന്നാൽ ആ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ആ കുറവുകൾ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ, എൻ്റെ പരിമിതികൾ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ, എൻ്റെ പരിമിതികളെ മാറ്റിയിട്ട് ദൈവം എനിക്ക് ദൈവജനത്തിന് വചനം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ വിളിച്ചു. അല്ലെ? യെശയ്യാവിനെ ദൈവം വിളിച്ചതുപോലെ അവന്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ അശുദ്ധിയായ ഒരു മനുഷ്യനാണ്. മനുഷ്യൻ ആരും നിർമ്മലല്ല. അല്ലേ? എന്നാലും ദൈവസന്നിധിയിൽ നാം എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം. യെശയ്യാവ് നമ്മൾ കാണിച്ചു. അതുപോലെ തന്നെ മോശയുടെ ജീവിതത്തിലും മോശ തന്റെ ആടുകളെ മേയിച്ചിരിക്കുമ്പോൾ തന്നെ മോശ എവിടേക്ക് പോയി? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് അവൻ പോയി. ആടുകളെ മേയിച്ച് പോയി. അല്ലെ? അവിടെ ആടുകളെ മേയിച്ചു പോകുന്നതായ സമയത്തിൽ അവിടെ ദൈവദൂതൻ അവിടെ നിന്ന് പ്രത്യക്ഷനായി കണ്ടു. അവിടെ മോശ, അല്ലെ? മോശ എന്ത് ചെയ്തു? അവിടെ മുൻപടപ്പ് കത്തുന്നതായി കണ്ടു. പക്ഷേ മോശ അതെന്ത് ചെയ്തു? കത്തുന്നതായി തോന്നി. മോശ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ദൈവദൂതൻ പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അല്ലെ? അപ്പോൾ ദൈവത്തിനെ നാം ആശ്രയിച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും ദൈവം നമുക്ക് ഇത് നൽകും. ദൈവത്തിന്റെ ദർശനങ്ങൾ നമുക്ക് നൽകും. അവിടെ നിന്ന് മോശയെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ദൈവം അവിടെ നിന്ന് സർവശക്തനായ കാണും. നമുക്ക് 4-ാം അധ്യായത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം അവനെ വിളിക്കുമ്പോഴേക്കും അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നു. അല്ലെ? പക്ഷേ ഈ ദൈവം എന്ത് ചെയ്തു? മോശ വിട്ടുകളഞ്ഞു? ഒരിക്കലും വിട്ടുകളഞ്ഞു. നമുക്ക് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നിന്ന് മോശ ഓരോ കുറവുകൾ പറഞ്ഞു. അല്ലെ? നമുക്ക് മോശയുടെ ജീവിതത്തിലെ കുറവുകൾ പറയുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. നമുക്ക് അത് 4-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ മോശ പറഞ്ഞതായ കാര്യമാണ്. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല. ഇവിടെ ദൈവത്തോട് അവൻ പറയുകയാണ്, ദൈവമേ, നീ എന്നോട് സംസാരിച്ചതിന് മുൻപേ, നീ സംസാരിച്ചതിന് ശേഷവും ഞാൻ എങ്ങനെയുള്ളവനാണ്? ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല എന്നാണ് പറഞ്ഞത്. അല്ലെ? അപ്പോൾ ദൈവത്തോട് അവൻ പറഞ്ഞതായ ഒരു കാര്യം, ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല എന്നാണ് താൻ 1-ാമത്തെ ഒഴികഴിവ് പറഞ്ഞത്. നമുക്ക് വിശുദ്ധ വേദപുസ്തകം നോക്കുമ്പോൾ മോശയുടെ ആ വിക്ക് മാറിയതായി പറയുന്നുണ്ട്. ഒരിക്കലും മോശയുടെ ആ വിക്ക് മാറിയതായി ദൈവം കാണുന്നില്ല. പക്ഷേ ഈ മോശ ഏതായി തീർന്നു? അവൻ സകലരെയും
ഇന്ന് നമ്മൾ ആരാധിക്കുന്ന വിശുദ്ധമായ കൽപ്പന അല്ലെ എഴുതി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാക്കിയിരിക്കുമെങ്കിൽ ദൈവം അവനെ വിളിച്ചതിന് ചെറിയ ഉദ്ദേശമുണ്ട് അല്ലെ. ആ ഉദ്ദേശം മനസ്സിലാക്കി മോശ അവിടെ വന്നു. ഒന്നാമതായി നാം പറഞ്ഞതായ കാര്യം, ദൈവമേ നീ എന്നെ വിളിച്ചതിന് മുമ്പേ അതിന് ശേഷവും ഞാൻ എങ്ങനെയുള്ളവനാണ്? ഞാൻ വാക്ക് സാമർഥ്യമുള്ളവനല്ല അല്ലെ. നല്ലതായിട്ടൊരു വാക്ക് പറയാൻ തക്കവണ്ണം പോലും എന്നിൽ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ദൈവജനത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലെ. നമുക്ക് ആ അധ്യായങ്ങൾ തന്നെ നാം മൊത്തത്തിൽ വായിക്കുമ്പോൾ മോശ പറഞ്ഞതായ കാര്യം, ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞാൽ അവരനുസരിക്കുകയില്ല. കാരണം ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകേണ്ടതായ കാര്യം എന്താണ്? ഒരുവനെ കൊന്നിട്ട് പോയതാണ് അല്ലേ. തന്റെ സഹോദരങ്ങൾ വരുന്നതായ ഉപദ്രവം നിമിത്തം ഒരുത്തനെ കൊന്നിട്ട് വരുന്നതായ സമയമാണ്. എന്നാൽ അതുപോലെ തന്നെ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദൈവജനം അനുസരിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇത് പറയാത്തതായി ഞാൻ അവിടെയുള്ള ഭർവനോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു? ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ലേ. എന്നാൽ ദൈവം പറഞ്ഞു നീ എന്നോടുകൂടെ ഇരിക്കണം എന്ന് പറഞ്ഞല്ലേ. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ കുറവുകളെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നു നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും അല്ലേ. നീ എന്നോടുകൂടെ ഇരുന്നാൽ മതി, എന്നാൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവം എപ്പോഴും ഉണ്ടാകണം എന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് അതിന് താഴെ വായിക്കാം. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം എന്താണ് വായിച്ചത്? കർത്താവേ ശേഷവും അല്ല എന്ന് പറഞ്ഞു. അടുത്ത് അപ്പോൾ ദൈവം കൊടുത്ത മറുപടി പറഞ്ഞു, മനുഷ്യന് ആര് അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാണ് അല്ലെ. ഇവിടെ മോശ പറയുകയാണ്, ഇവിടെ സകല ജനത്തെയും സൃഷ്ടിച്ചത് ആരാണ്? മനുഷ്യന് നാമം കൊടുത്തത് ആരാണ്? അവരെല്ലാം സർവശക്തനായ ദൈവമാണ് അല്ലെ. അപ്പോൾ തന്റെ കുറവുകളെ കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊടുക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പക്ഷേ ഇതെല്ലാം നാം നോക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ മോശ ഇസ്രായേലിലുള്ള ആ പഠിത്തവനം പഠിച്ചത് കൊണ്ടാണോ മോശയെ ദൈവം വിളിച്ചത്? അല്ല അല്ലെ. മോശയെ കുറിച്ച് നാം നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ ഇസ്രായേലിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചുവെങ്കിലും അവൻ പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായി എന്നാണ് പറയുന്നത് അല്ലെ. ഒന്ന് വായിക്കാം. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അല്ലെ. അപ്പോൾ ഇവിടെ മോശ എല്ലാം അറിയാമെന്ന് ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ അവൻ തന്നെ താഴ്ത്തി പറഞ്ഞു. ദൈവം അവനോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത്? നീ എന്നോട് കൂടെ ഇരിക്കുക അല്ലേ. നിനക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഞാനൊരാളെ വരുത്തുമെന്ന് പറഞ്ഞു. അവിടെ ആരാണ് ദൈവം അവനോട് കൂടെ നിൽക്കുവാൻ വിളിച്ചത്? തൻ്റെ അനുജനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പരിമിതികളെ കുറിച്ച് നാം പറയുമ്പോൾ അവിടെ ദൈവം അവിടെ നിന്ന് ഒരു പ്രത്യേകമായ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും അല്ലേ. അതിന്റെ താഴോട്ട് വായിക്കാം. 4-ന്റെ 10 താഴോട്ട് വായിക്കാം. നീ ചെല്ലുക, വായോടുകൂടെ ഇരുന്ന് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. ഇവിടെ മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ ആദ്യം പറഞ്ഞതായ വഴികളാണ് ഞാൻ കഴിച്ച നാളുകളെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് രണ്ടാമത് മോശ പറഞ്ഞതായ കാര്യം എനിക്ക് പകരം നീ വേറെ ആരെങ്കിലും എടുക്കണമെന്ന് അയക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? എനിക്ക് കഴിയുകയില്ല, എനിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? വേറെ ആരെങ്കിലും നമ്മൾ എടുക്കണം അല്ലേ. അങ്ങനെ നാം പറയാമോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ വേറെ ആരെയും തള്ളി വീട്ടിലേക്ക് ഒരിക്കലും ശ്രമിക്കരുത് അല്ലേ. ദൈവം നമ്മളിൽ നിവർത്തിക്കേണ്ടത്
അത് നമ്മളിലൂടെ തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തരും ദൈവം കണ്ടിരിക്കുന്ന കാര്യം അത് നമ്മൾ തന്നെ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെ? ഇവിടെ മോശ പറഞ്ഞത് എനിക്ക് പകരം നീ മറ്റാരെയും കണ്ടെത്തണമെന്നാണ്. എന്നാൽ ദൈവം അവിടെ കൊടുത്തതായ മറുപടി, നിങ്ങൾ എന്ത് ചെയ്യുക, നിനക്ക് ഞാൻ ഒരുവനെ കൂട്ടിക്കൊണ്ടുവരും, അവൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. അല്ലേ? അപ്പൊ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് ആരെ സഹായിക്കാം? നമ്മുടെ കൂട്ട് വിശ്വാസികളെ നമുക്ക് ദൈവാലയത്തിലേക്ക് കടത്തി വരുത്തി അവരെയും നമുക്ക് എന്ത് ചെയ്യാം? ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു പങ്കാളിത്തത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദൈവിക വേല ചെയ്യാമെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണും. അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ നാം പറയുമ്പോൾ ദൈവം കുറവുകൾ നികത്തുന്നവനാണ് ദൈവം. ഒരിക്കലും നമ്മുടെ പരിമിതികളെ കുറിച്ച് നാം പരിഭവം പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും പിന്മാറിപ്പോകാൻ പാടില്ലെന്ന് പറയും. നമുക്കത് താഴോട്ട് നിന്ന് വായിക്കാം. ഇവിടെ ദൈവം പറഞ്ഞാണ് നിന്റെ ജ്യേഷ്ഠനായ അഹരോൻ നിനക്ക് സംസാരിക്കുമല്ലോ. അല്ലെ? നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആര് സംസാരിക്കും? നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യുക? അവനെ കൂട്ടുക. അപ്പൊ നീ അവനെ ദൈവജനം പറയുന്നത് നീ അവൻ ആരായിരിക്കും? ദൈവമായിരിക്കും എന്ന് പറയും. അവിടെ ദൈവമായിരിക്കും എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ആരാണ് കൊണ്ടുവരുന്നത്? മോശയാണ്. ദൈവത്തിൽ അരുളപ്പാടുകൾ കൊണ്ടുവരുന്നതായ വ്യക്തി ദൈവത്തിന്റെ പോലെയാണ്. ദൈവമല്ല എങ്കിലും ദൈവത്തിന്റെ വചനം കൊണ്ടുവരുന്നതായ അരുളപ്പാടുകൾ യഹോവ മോശയിലൂടെയാണ് കൊടുക്കുന്നത്. അത് സംസാരിക്കുവാൻ തക്കവണ്ണം തന്റെ സഹോദരനെ അഹരോനെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും ആ സ്ഥാനത്ത് നമ്മൾ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആരെ? നമ്മുടെ കൂട്ടുവിശ്വാസികളെ നാം കണ്ടെത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെ? ഇവിടെ മോശയെ കുറിച്ച് മോശ എന്താ പറഞ്ഞത്? നിനക്ക് സംസാരിക്കാൻ ആരുണ്ട്? നിന്റെ സഹോദരൻ. വായിക്കാം. അറിയുന്നു. ഇവിടെ ദൈവം പറഞ്ഞത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു. അല്ലേ? നിങ്ങൾ സംസാരിക്കേണ്ടതായ കാര്യം ആരാ ഉപദേശിച്ചിരുന്നത്? അത് ദൈവമാണ് ഉപദേശിച്ചത്. അല്ലേ? അപ്പോൾ ഇവിടെ മോശ ഒഴിവ് കഴിവ് പറഞ്ഞു പോയെങ്കിലും ദൈവം അവനെ അവിടെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. അവനിലൂടെ തന്റെ സഹോദരനെയും ബലപ്പെടുത്തി. നിന്റെ സഹോദരൻ നിന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ഹൃദയം ആനന്ദിക്കും, അവനും സന്തോഷിക്കും. അല്ലേ? ഇന്ന് നമുക്കും അപ്രകാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവഭാഗത്തിലേക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവരും നമ്മൾ ഒരുമിച്ച് ദൈവിക ശുശ്രൂഷ നൽകുമ്പോൾ നമ്മുടെ അമ്മമാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അവർക്ക് എന്തുണ്ടാകും? ഒരു സന്തോഷം ഉണ്ടാകും. അല്ലെ? നമ്മുടെ ഈ ശബ്ദം എന്ന് പറയുന്നത് എന്തിന്റെ അനുഭവമാണ്? ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ്. ദൈവമക്കൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും ഒരു അനുഗ്രഹമാണെന്ന് നമുക്ക് കാണാം. 12 വാക്യം വായിക്കാം. ചന്ദ്ര ചെയ്തു. കർത്താവേ പറഞ്ഞു. അല്ലയോ? കൊടുക്കണം. സംസാരിക്കും. വായായിരിക്കും. അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞതായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്തുകൂടെ വേണം? നിങ്ങൾ ഒരു വടിയും കൂടെ എടുക്കണം. അല്ലേ? അപ്പൊ മിസ്രയീമിലെ ജനത്തെ എടുക്കുവാൻ തക്കവണ്ണം മോശയെ അവിടെ ദൈവം വിളിച്ചപ്പോൾ മോശയുടെ കയ്യിൽ ദൈവം എടുക്കാൻ പറഞ്ഞത് ഒരു കാര്യം എന്താണ്? ഒരു വടിയും എടുത്തുകൊണ്ട് നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുക. അല്ലേ? അവിടെ നിങ്ങൾ പോകുമ്പോൾ ഓരോരു അടയാളം ദൈവം എന്ത് ചെയ്തു കാണിച്ചിരും. അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി എന്ന് ദൈവം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ പറഞ്ഞ് നാം
എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പിന്മാറി പോകാൻ പാടില്ല. നാം ദൈവഭവനത്തിലേക്ക് നാം കടന്നു വരണം. എന്നാൽ മോശ അവിടെ വടി എടുത്തുകൊണ്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് എടുത്തുകൊണ്ട് പോകേണ്ടത്? ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് പോകണം, അല്ലേ? ഈ ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ പറഞ്ഞുകൊണ്ട്, നമ്മുടെ കുറവുകൾ പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും പിന്മാറി പോകേണ്ടതിന് ആവശ്യമില്ല. നാം ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ളവരായി നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം പോയാൽ അവിടെ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. നമ്മുടെ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം അനേക വ്യക്തികൾ നമുക്കുണ്ടാകും. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാണ്. നമ്മളിലൂടെ ശ്രമിക്കുന്നതായ ദൈവജനം മറ്റുള്ളവർക്ക് ഉപകാരമാകുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങളായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.